മാഹി സെന്റ് തെരേസസ് തീർത്ഥാടന കേന്ദ്രത്തെ ബസിലിക്കയായി പ്രഖ്യാപിക്കലും സമർപ്പണവും ഫെബ്രുവരി 24-ന്. ബസിലിക്ക സമർപ്പണത്തിന് 3 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ ഉണ്ടാക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ, തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി, കോഴിക്കോട് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കലക്കൽ, കണ്ണൂർ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല തുടങ്ങിയവർ ബസിലിക്ക സമർപ്പണ ആഘോഷങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളോടെയാണ് മാഹി സെന്റ് തെരേസസ് തീർത്ഥാടന കേന്ദ്രത്തിന്റെ ബസിലിക്ക പ്രഖ്യാപനവും സമർപ്പണവും നടക്കുന്നത്. ഫെബ്രുവരി 23-ന് ആരംഭിക്കുന്ന ആഘോഷങ്ങൾക്ക് ബിഷപ്പുമാർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ കേരളത്തിലെയും പോണ്ടിച്ചേരിയിലെയും ജനപ്രതിനിധികളും പങ്കെടുക്കും. 23-ന് കോഴിക്കോട് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ തിരുസ്വരൂപ പ്രതിഷ്ഠ നടക്കുന്നതോടെ ആഘോഷങ്ങൾക്ക് തുടക്കമാകും. 24-ന് വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലിന്റെ മുഖ്യ കാർമ്മികത്തിൽ നടക്കുന്ന സാഘോഷ പൊന്തിഫിക്കൽ ദിവ്യബലിക്കും, തലശ്ശേരി ആർച്ച് ബിഷപ്പുമാർ ജോസഫ് പാംപ്ലാനിയുടെ മുഖ്യ കാർമ്മികത്തിൽ നടക്കുന്ന വചനപ്രഘോഷണത്തിനും ശേഷം ബസിലിക്ക പ്രഖ്യാപനവും സമർപ്പണവും നടക്കും. മലബാറിനെ സംബന്ധിച്ചിടത്തോളം ഇത് ക്രിസ്മസിന് ഞങ്ങൾക്ക് രൂപതയ്ക്ക് ദൈവം തന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയിലൂടെ തന്ന ഒരു സമ്മാനമായിട്ട് കാണുകയാണ്. 100 വർഷം തികഞ്ഞതിൻ്റെ ഒരു സമ്മാനമായിട്ടും ഞങ്ങൾ ഇതിനെ കാണുന്നു. മെത്രാഭിഷേകത്തിൻ്റെ രജത ജൂബിലിയുടെ നിറവിലായിരിക്കുന്ന പിതാവിന് കിട്ടിയ ഒരു സമ്മാനമായിട്ടും ഞങ്ങൾ ഇതിനെ കാണുന്നു. നമുക്കറിയാം, ബസിലിക്കകൾ മലബാറിലൊന്നും തന്നെ ഇല്ല. തൃശ്ശൂർ കഴിഞ്ഞാൽ അങ്ങ് കാസർഗോഡ് വരെ ഒരു ദേവാലയം പോലും ബസിലിക്കയായിട്ട് ഉയർത്തപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ചരിത്ര പ്രാധാന്യം ഉണർത്തുന്ന ഒരു സുന്ദര നിമിഷമാണ് ഈ ഫെബ്രുവരി 24-ാം തീയതി. ബസിലിക്ക പ്രഖ്യാപനത്തിന് ശേഷം നടക്കുന്ന പൊതുസമ്മേളനം പോണ്ടിച്ചേരി മുഖ്യമന്ത്രി എൻ രംഗസ്വാമി ഉദ്ഘാടനം ചെയ്യും. കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ, പോണ്ടിച്ചേരി നിയമസഭാ സ്പീക്കർ R സെൽവം എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തും. ഫെബ്രുവരി 25-ന് കണ്ണൂർ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതലയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കൃതജ്ഞതാ ദിവ്യബലിയും ഉണ്ടാകും. മതമൈത്രിയുടെ പ്രകാശന ഗോപുരമായി ഉയർന്നു നിൽക്കുന്ന ദേവാലയമാണ് സെന്റ് തെരേസസ് തീർത്ഥാടന കേന്ദ്രമെന്നും ജാതിമതഭേദമന്യേ നിരവധി പേർ ദിനംപ്രതി ആരാധനയ്ക്ക് എത്താറുണ്ടെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മലബാറിലെ ആദ്യ ബസിലിക്കയായാണ് മാഹി തീർത്ഥാടന കേന്ദ്രം ഇനി അറിയപ്പെടുക എന്നും സംഘാടകർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ സെന്റ് തെരേസസ് ബസിലിക്ക റെക്ടർ ഫാദർ വിൻസെന്റ് പുളിക്കൽ, ഫാദർ സാൻജോസ് അനിൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.